ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. മാമോദിസ സ്വീകരിക്കുവാൻ ഈശോ വന്നപ്പോൾ യോഹന്നാൻ മാംദാന വിളിച്ചു പറഞ്ഞ ശബ്ദമാണിത്. ഈശോ എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗരാജ്യം. നിന്റെ മുമ്പാകെ വന്നിരിക്കുന്ന ഈ തിരുവോസ്തി ഈശോയാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിനക്കും ഇപ്പോൾ സ്വർഗരാജ്യത്തിലാവാം. കർത്താവേ, നിന്റെ തിരുമുമ്പാകെ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പാപാവസ്ഥകളെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് മാറി നിന്ന് ചുങ്കക്കാരൻ വിലപിച്ചതുപോലെ കർത്താവേ, നിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുവാൻ നമ്മുടെ മനസ്സ് നമുക്കൊരുക്കാം. നമ്മുടെ ഇടയിലേക്ക് ഈ തിരുവോസ്തിയായി കടന്നു വരുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായവനാണ്. എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്നവൻ. സ്വർഗത്തിൽ സകല മാലാഖമാരും സകല വിശുദ്ധരും അനവരതം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പേടിയോടും വിറയലോടും കൂടെ പാടി പുകഴ്ത്തുന്ന നല്ല തമ്പുരാൻ. ആ ദൈവത്തിന് മുമ്പാകെയാണ് നീ ഇപ്പോൾ ആയിരിക്കാൻ പോവുക. മുട്ടിന്മേൽ നിന്നുകൊണ്ട് അഗാധമായ എളിമയോടെ കർത്താവേ, നിന്റെ മുമ്പാകെ ഒന്ന് നിൽക്കുവാനോ നിന്നെ ഒന്ന് നോക്കുവാനോ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഓസാന ഹല്ലേലൂയ എന്ന് നമുക്ക് ആലപിക്കാം. ഓസാന ഗീതങ്ങളാൽ ജെറുസലേമിലേക്ക് കർത്താവിനെ ആനയിച്ചതുപോലെ അതേ മനോഭാവത്തോടുകൂടെ കർത്താവെ, നീ രാജാവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ രക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപാവസ്ഥകൾ ഞങ്ങളെ കഴുകി ശുദ്ധമാക്കണമേ എന്ന വലിയ ആഗ്രഹത്തോടെ അവൻ ഓസാന പാടി ആരാധനയോടെ കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് സ്വീകരിക്കാം. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Devaputra angike aaradhana, Yesunatha കരങ്ങൾ വീശിക്കൊണ്ട് കർത്താവേ ഓസാന, കർത്താവേ നിനക്ക് ആരാധന എന്ന് ഏറ്റുപറയാം. നീ എന്റെ രാജാവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്നെ രക്ഷിക്കാനുള്ളവൻ നീയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വർഗത്തിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ ഓസാന, ഹല്ലേലൂയ, ഓസാന, ഹല്ലേലൂയ എന്ന് നമ്മുടെ കരങ്ങൾ വീശിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാർ പാടി വാഴ്ത്തുന്നവൻ, സകല വിശുദ്ധരാലും പുകഴ്ത്തപ്പെടുന്നവൻ, പേടിച്ച് വിറയലോടെ നമ്മളൊക്കെ മാറി നിൽക്കേണ്ട സർവശക്തനായ ദൈവം, ആ ദൈവം ഒരു ഓസ്തിയുടെ രൂപത്തിൽ, ഒരു അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇതാ വന്നു നിൽക്കുന്നു. കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. മാലാഖമാരുടെ കീർത്തനങ്ങളോട് ഞങ്ങളുടെ കീർത്തനങ്ങളെ ചേർക്കുന്നവനെ, ഞങ്ങളുടെ ആരാധനകളെ യോഗ്യമാക്കി തീർക്കുന്നവനെ, നിനക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് നമുക്ക് ഏറ്റുപറയാം. സ്വർഗം കണ്ട പ്രവാചകന്റെ ശബ്ദം അവൻ പറയുകയാ, അവിടെ ഞാൻ കേൾക്കുന്നത് ഒരു ശബ്ദം മാത്രമാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാ പ്രവാചകൻ ഉടനെ വിളിച്ചു പറയുകയാ,
ഞാൻ അയോഗ്യനാണ്, അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. കർത്താവ് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുപ്പിച്ച് അവനെ നാവിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ശുദ്ധനായിരിക്കുന്നു, നീ ശുദ്ധനായിരിക്കുന്നു. കർത്താവേ, നിന്റെ നാമം ഉച്ചരിക്കുവാനോ നിന്നെ പരിശുദ്ധൻ എന്ന് മാലാഹമാരോട് ചേർന്ന് പാടി പുകഴ്ത്തുവാനോ ഞങ്ങൾ അയോഗ്യരാണ്. മാലാഹമാരോട് ചേർന്ന് ഞങ്ങൾ പാടി പുകഴ്ത്തുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ ശരീരത്തെയും നീ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഓസാന പാടി പ്രാർത്ഥിക്കാം. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. നീ എന്റെ എല്ലാമാണ് എന്നേറ്റ് പറഞ്ഞു. അവൻ എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. കരങ്ങളെ വീശി നമുക്ക് ഓസാന പാടാം. ഹോസാന, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ കർത്താവിനെ രാജാവായി ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ നീ എന്റെ എല്ലാമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, എന്റെ സർവ്വതും നിന്റേതാണ് ഏറ്റുപറഞ്ഞുകൊണ്ട്, നീ തന്നതല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഈശോയേ, നീ എന്റെ രാജാവാണ്, നീ എന്റെ എല്ലാമാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ് എന്നിട്ട് പറയാം. സമാധാന പ്രിയനെ, സമാധാനത്തിന്റെ രാജാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഇതാ നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസമാധാനത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ കർത്താവെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. അസമാധാനത്തിന്റെ സ്ഥലത്ത് നിനക്ക് വസിക്കാനാവില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അസമാധാനത്തിന്റെ എല്ലാ മേഖലകളെയും തമ്പുരാനെ ഇതാ നീ ആട്ടിപ്പായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജാവായി, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രമുഖ സ്ഥാനത്ത് നീ തന്നെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നീ തീരുമാനമെടുക്കണമേ. ഞങ്ങളുടെ സർവ്വ സ്ഥാനമാനങ്ങളും നിനക്ക് ഞാൻ നൽകുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന്റെ രാജാവായി, സമാധാന സ്ഥാപകനായി, സമാധാനത്തിന്റെ രാജാവായി കർത്താവിനെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം, അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം, അവൻ ആരാധന. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് പറിക്കാതെ, മറ്റൊരിടത്തേക്ക് നോക്കാതെ, ഈ തിരുവോസ്തിയിലേക്ക് മാത്രം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കണ്ണിലേക്ക് മാത്രം നിനക്ക് നോക്കിയിരിക്കാനാവട്ടെ. ഹൃദയത്തോട് കരങ്ങൾ ചേർന്നിരിക്കുമ്പോൾ അവൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് മാത്രം അവൻ അറിഞ്ഞാൽ മതി. കാരണം അവൻ സ്വന്തം ജീവൻ കളഞ്ഞ് നിന്നെ സ്നേഹിച്ചവനാണ്. നിന്നെ വിട്ടുകളയാതിരിക്കാൻ വേണ്ടി
നിന്നെ സാത്താൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി അവൻ സ്വന്തം ജീവിതം പറിച്ചു കീറി നിനക്ക് തന്നവനാണ്. അവൻ നിന്നോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കാമോ? എല്ലാത്തിനേക്കാളിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കാമോ? കണ്ണുകൾ കർത്താവിന്റെ നേരെ ഒന്ന് കണ്ണ് തുറന്നു പിടിച്ച് ഹൃദയത്തോട് കരങ്ങളൊന്ന് ചേർത്ത് വെച്ച്, എൻ്റെ കർത്താവേ, ഞാനിതാ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി നിനക്ക് വിട്ടുതരുന്നു. ഞാൻ പൂർണ്ണമായി നിന്നെ സ്നേഹിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തിൻ്റെ കുറവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവേ, നീ അത് അറിയുന്നുവല്ലോ. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ നീ അതിനെ പരിഹരിച്ചു തരണേ. നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ കർത്താവേ ഈ ലോകത്തിൽ മറ്റാരുമില്ല. അവന്റെ കുരിശിലെ പീഡാസഹനത്തോളം വലിയ സ്നേഹം അവൻ എനിക്ക് തരാനില്ല. തമ്പുരാൻ ചങ്ക് പറിച്ചു തന്ന് നിന്നെ സ്നേഹിച്ചതാ. അവസാനത്തുള്ളിൽ ചോര പോലും നിനക്ക് വേണ്ടി ഒഴുക്കി അവൻ നിന്നെ സ്നേഹിച്ചതാ. ആ സ്നേഹത്തിനെ ഒന്നുള്ളിൽ സ്വീകരിച്ചിട്ട് നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, നിന്നെ പോലെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ എനിക്ക് മറ്റാരുമില്ല. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പൂർണ്ണമായി വിട്ടുകൊടുത്ത്, എൻ്റെ കർത്താവേ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, നിന്നെ പോലെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവേ എനിക്ക് മറ്റാരുമില്ല എന്നത് നമുക്ക് ഏറ്റുപറയാം. നീ എന്നെ സ്നേഹിച്ച സ്നേഹം, നിന്റെ കുരിശിലെ പീഡാനുഭവത്തിന്റെ സ്നേഹം ഇതാ ഈ നിമിഷം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കുരിശിലെ പീഡാസഹനത്തെ ഈ തിരുവോസ്തിയിൽ നീ എന്നെ ഒന്ന് കാണിക്കണമേ. നിന്റെ ചങ്ക് തുളച്ച് നീ എന്നെ സ്നേഹിച്ചത് ഒന്ന് അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് കണ്ണു തുറന്നു പിടിച്ച് ഈ തിരുവോസ്തിയിലേക്ക് നോക്കി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വലിയ സ്നേഹത്തോടെ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിന്നെ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാ നമുക്ക് ഒപ്പം പാടി, കർത്താവേ, നിന്നെ പോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റുകയില്ല എന്ന് ഏറ്റു പറയാം. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനെന്നും ചേർന്നിടട്ടെ. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനും ചേർന്നിടട്ടെ. നിന്നെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പോലെ നമുക്ക് ഒന്നിച്ച് പാടാം. ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനെന്നും ചേർന്നിടട്ടെ. സ്നേഹമേ, ജീവനേ, നിന്നിൽ ഞാനെന്നും ചേർന്നിടട്ടെ. വലിയ സ്നേഹത്തോട് നമുക്ക് ആരാധന സമർപ്പിക്കാം. ആരാധന, 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 ആരാധന. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.
എന്നേശുനാഥാ നീ എൻ ജീവനെ ആളും നീ വലിയതാണ്. നമുക്ക് ഏറ്റു പറയാം, എന്റെ ജീവനെക്കാട്ടിലും നീ വലുതാണ്, നീ വലുതാണ്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. രണ്ട് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി, കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് യോഗ്യതയില്ല കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, എന്റെ യോഗ്യതയെ നോക്കാത്ത നിന്റെ വലിയ കരുണയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവേ എന്ന് ഏറ്റു പറയാം. ആരാധന ആരാധന, ഒരിക്കൽ കൂടി ആരാധന 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 ആരാധന. ജീവനേക്കാൾ കൂടുതലായി, സ്വന്തം പുത്രനേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിച്ച കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നിവിടെ സ്വർഗത്തിലുള്ള സകല സ്വർഗവാസികളും ഇവിടെ സന്നിഹിതരാണ്. അവർ അനവരതം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയോഗ്യതകളെ മറച്ചു പിടിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തെ മറച്ചു പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് സകല വിശുദ്ധരും പരിശുദ്ധ അമ്മയും നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധക പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ സക്രാരി, ദിവികാരുണ്യത്തെ ഉള്ളിൽ വഹിച്ചവൾ, ദിവികാരുണ്യത്തിന്റെ അമ്മയായവൾ. കർത്താവേ, ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് കൊടുത്തതുപോലെ ഞങ്ങളുടെ മേലും നിന്റെ വലിയ ചൈതന്യത്തെ അയക്കണമേ, ഞങ്ങളെ നീ ശുദ്ധീകരിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളെയും കർത്താവ് മുറിച്ചു മാറ്റട്ടെ. അവന്റെ ചൈതന്യം നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത സകലതിനെയും അവൻ തന്നെ മുറിച്ചു മാറ്റും. നിനക്ക് പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അവൻ എന്നേക്കുമായി മാറ്റിക്കളയും. കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട്, കരങ്ങൾ കൂപ്പിപ്പിടിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. എൻ്റെ രണ്ട് കരങ്ങളും ചേർന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനോട് എനിക്ക് ചേർന്നിരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ അവളുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായി കർത്താവ് ഇരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമായി എൻ്റെ ദേഹത്തോട് പറ്റിച്ചേർന്നിരിക്കട്ടെ. കർത്താവേ, എൻ്റെ രണ്ട് കരങ്ങളും ചേർന്നിരിക്കുന്നത് പോലെ നിന്നോട് എനിക്കൊന്ന് ചേർന്നിരിക്കണം. എനിക്ക് യോഗ്യത തരണേ തമ്പുരാനെ, ആരാധിക്കാനുള്ള യോഗ്യത തരണേ തമ്പുരാനെ എന്ന് നമുക്ക് വലിയ താഴ്മയോടെ അപേക്ഷിക്കാം. സകല വിശുദ്ധരോട് ചേർന്ന്, നിന്റെ പ്രത്യേക മധ്യസ്ഥനോട് ചേർന്ന്, നിന്റെ പേരിന്റെ കാരണക്കാരനായ പുണ്യവാനോട് ചേർന്ന്, സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന്, ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഈ ദിവികാരുണ്യത്തെ ആരാധിക്കുന്ന ദിവികാരുണ്യത്തിന്റെ അമ്മയായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശ്ലീഹന്മാര് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഇതാ നിന്നെ ആരാധിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാ
സുതനെ വാഴ്ത്തുന്നു. ആരാധന 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 നാദാ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ കണ്ണീരുകളെ, നമ്മുടെ ആവലാതികളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ രോഗങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. അവൻ ഒപ്പും. കാനായിലെ കല്യാണ നാളിൽ അവരുടെ കുറവുകളെ പരിഹരിച്ചു കൊടുത്തതുപോലെ കർത്താവെ, എൻ്റെ ദുഃഖങ്ങളെ, എൻ്റെ വേദനകളെ, എൻ്റെ കുറവുകളെ, എൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നീ ഒപ്പിത്തീർക്കണമേ. എൻ്റെ കണ്ണീര് നീ ഒന്ന് ഒപ്പണമേ. എൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണമേ. നീ എൻ്റെ ഉള്ളിൽ വസിച്ചാൽ പിന്നെ എനിക്ക് സങ്കടമില്ല കർത്താവേ. നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖം വഹിക്കുവാൻ എളുപ്പമാണെന്ന് നീ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ നുഖങ്ങളും, എൻ്റെ എല്ലാ വേദനകളും പ്രശ്നങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ വെച്ച് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആരാധന 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 നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുക്കുന്നവനാ. നിന്നെ വിശുദ്ധീകരിക്കുന്നവൻ, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഈ ലോകത്തിലേക്ക് കടന്നു വന്നവൻ, അതിനുവേണ്ടി മാത്രം പീഡ സഹിച്ചവൻ. ആ കർത്താവ് നിന്നെ ആശീർവദിക്കുക. അവൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിനക്ക് ഞാൻ നൽകും. തമ്പുരാന്റെ മുമ്പാകെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ചോദിക്കാം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നു മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ,
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ